നല്ല തിന്നും കുടിച്ചും കിടന്നുറങ്ങിയും സുഖിച്ചും ഫോൺമ കളിച്ചിട്ടും നല്ല കുറച്ച് ദിവസങ്ങളേനു. അത് ഇന്നത്തോടു കൂടി വിരാമടാവാൻ പോവാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഹോസ്പിറ്റൽ ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ നേരെ പോയി കഴിഞ്ഞാല് എന്താ സംഭവം എന്നുള്ള അറിയാം. തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ ബെഡ് റെസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അങ്ങോട്ട്. ഇനി ഓടെ ചാടെ നൃത്തം വെക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്. കാലൊക്കെ സെറ്റായി. പക്ഷെ എൻ്റെ വീട്ടുകാർ ഇന്നും കൂടി എനിക്കൊരു കൺസേൺ തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും തിന്നും കുടിച്ചും വീട്ടുകാരങ്ങ് മുടിപ്പിക്കാന്ന് കരുതി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് നിർബന്ധമാണ്. എന്തായാലും ബെഡ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി നേരെ ഒരു ഉത്സവത്തിന് പോവാം. കണ്ണടയ്ക്ക് വെച്ച് നമ്മൾ ഉത്സവത്തിന് പോകണുണ്ടോ? ഉത്സവത്തിന് കൊടിയേറിയിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നോർമലി രാത്രി പോയിട്ടേ കാര്യമുള്ളൂ. പക്ഷേ രാത്രി പോണേനെക്കാട്ടും രാവിലെ പോകണ നല്ലത്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവണുള്ളൂ. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ഈ പോസ്റ്ററൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരാം. കാരണം ഒരു ഭരിക്കുന്ന നാടന്നെ ആകെ കുട്ടിച്ചോറാക്കി കൈമ കൊടുത്തിക്കണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ടും കൂടി വരേണ്ട കാര്യമുള്ളൂ. നല്ലപോലെ പോണ സ്ഥലം കണ്ടവർക്ക് പറ്റൂല എന്നുള്ള. എന്തൊരു ചൂടാണ്. കേരളം അങ്ങനെ വെന്തുരുകാണ്. ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഇതിന് വല്ല മാറ്റം ഉണ്ടാവേക്കൂ. നടുറോട്ടിലൊക്കെ ഫാൻ വെച്ചേരേക്കും, അല്ലെങ്കിൽ AC വെച്ചേരേക്കും. അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വോട്ട് ചെയ്യാനും. അതാ നോക്കുമ്പോൾ നമ്മൾ റിയാസ്ക നമ്മളോടും കാട്ടിയൊരു കാറ്റ. നമ്മളും അങ്ങോട്ട് തിരിച്ച് നന്നായിട്ട് കാട്ടി കൊടുത്ത്. അങ്ങനെ വീട്ടിലൊക്കെ എത്തിയപ്പോൾ തന്നെ നെയ്സ് ഒരു ബൈനാക്കുലറായിട്ട് വന്നിക്കണ്. ഓൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലാണല്ലോ. അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ടാ. ആരോടും പറയണ്ട, നമുക്ക് രഹസ്യമാക്കി വെക്കാം. ഓര് കൊണ്ടുവന്നിരുന്ന ഒരു ക്യാരറ്റ് കേക്ക് കൊടുത്ത് തിന്ന്. ആഹാ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഉമ്മ ചോറ് തിന്നുമ്പോൾ അതിന്നും പോയി കൈയിട്ട് വാരി തിന്ന്. എന്ത് രസാ. ഇപ്പം എൻ്റെ തൊള്ളേന്ന് വെള്ളം വരുന്നുണ്ട്. നല്ല മുരിങ്ങാക്കറിയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേന് നമ്മളെ വീട്ടിൽ മൊത്തം DJ പാർട്ടി ഓണായി. പിള്ളേരൊക്കെ ഓണായി കഴിഞ്ഞാൽ പിന്നെ ഒരേ പൊളിയാ. അങ്ങനെ ക്ഷീണിച്ചപ്പോഴത്തേന് നല്ല ലോഡഡ് ഫ്രൈസും നല്ല ബർഗറും നല്ല ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ നല്ല ചിക്കൻ പോപ്കോണൊക്കെ അങ്ങോട്ട് വാങ്ങി മൃഷ്ടാനം വെട്ടി വീങ്ങി എന്ന് തന്നെ പറയാം. കുറേ കാലത്തിന് ശേഷം ബർഗർ തിന്നു, അതും KFC. എന്ത് രസമാണോ തിന്നാൻ വേണ്ടിയിട്ട്. രാത്രിയൊക്കെ ഇങ്ങനെ തിന്നുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇതൊരു മിഡ് നൈറ്റ് ക്രേവിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു തലയും കൈയൊക്കെ കാണും. അതിൻ്റെ ബർഗർ അറ്റാക്ക് വരുന്ന സാറിൻ്റെതാണ്. പക്ഷെ നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോഴത്തേനും അത് അമ്പലത്തിലത്തെ വെടിക്കെട്ടും പൂരൊക്കെ തുടങ്ങി. പിന്നെ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊരു പിടിച്ചോട്ടം. ഇതൊക്കെ ഒരു 11:30-12 മണിയുടെ ഉള്ളിലാട്ടോ നടന്നിട്ടുള്ളത്. എന്നാൽ പിന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ ഒരു ദിവസം വരല്ലേ. എന്നാൽ നമ്മളും ബാക്കിയുള്ളത് കൂകിവിലും കാര്യങ്ങളൊക്കെ നടത്തട്ടെ. ഇവർക്കൊക്കെ അത് പുതിയതായതിനെ കൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ. ആവേശം, ആരവം. അപ്പോൾ ശരി.